നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. കേരള സർവകലാശാല സെനറ്റിൽ ABP പ്രവർത്തകരെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടി റദ്ദാക്കി ഹൈക്കോടതി. പാലക്കാട് വൃദ്ധ ദമ്പതികളെ കൊലപ്പെടുത്തിയ സംഭവം പ്രതികൾക്ക് ജീവപര്യന്തം. പകർച്ചവ്യാധി പ്രതിരോധം ആരോഗ്യവകുപ്പിൻ്റെ സ്റ്റേ ലെവൽ RRT നിലവിൽ വന്നു. മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നു, പ്രതിരോധം കർശനമാക്കി ആരോഗ്യവകുപ്പ്. മോഹൻലാലിന് 64, ചുംബന ചിത്രവുമായി മമ്മൂട്ടി. EP ജയരാജന് നേരെ വന്ന ശ്രമം കെ സുധാകരനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. സുധാകരനെ കുറ്റവിമുക്തനാക്കിയിട്ടില്ലെന്ന് EP ജയരാജൻ. 17-കാരൻ ഓടിച്ച ആഡംബര കാറിടിച്ച് 2 പേർ മരിച്ചു, പിതാവ് അറസ്റ്റിൽ. BJPക്കായി 8 കള്ളവോട്ട്, യുവാവ് അറസ്റ്റിൽ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് തിരിച്ചടി. സെനറ്റിലേക്കുള്ള 4 അംഗങ്ങളുടെ ഗവർണറുടെ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കി. 6 ആഴ്ചക്കകം പുതിയ നാമനിർദ്ദേശം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെതാണ് ഉത്തരവ്. ഗവർണറും ചാൻസലറുമായ ആരിഫ് മുഹമ്മദ് ഖാൻ 4 ABP പ്രവർത്തകരെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് വിധി വന്നിരിക്കുന്നത്. കേരള സർവകലാശാല നിയമപ്രകാരം ഹ്യൂമാനിറ്റീസ്, ശാസ്ത്രം, കല, കായികം എന്നീ മേഖലകളിൽ ഉന്നത മികവ് പുലർത്തുന്ന 4 പേരെ ചാൻസലറായ ഗവർണർക്ക് സെനറ്റിലേക്ക് ശുപാർശ ചെയ്യാം. സർവകലാശാലയിൽ നിന്ന് നൽകുന്ന പട്ടികയിലെ യോഗ്യരായ വിദ്യാർത്ഥികളെ ചാൻസലർ നാമനിർദ്ദേശം ചെയ്യുന്നതാണ് സാധാരണ കീഴ്വഴക്കം. സർവകലാശാല 8 പേരെ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഈ ലിസ്റ്റിലെ 8 പേരിൽ ഒരാളെയും പരിഗണിക്കാതെയാണ് ചാൻസലർ 4 പേരെ നാമനിർദ്ദേശം ചെയ്തത്. റാങ്കിംഗ് ജേതാക്കളെ തള്ളി സർവകലാശാല പരീക്ഷാഫലം കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥിയെയാണ് പഠന മികവിൻ്റെ പേരിൽ നാമനിർദ്ദേശം ചെയ്തത്. കലാപ്രതിഭയെ പോലും സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കാൻ ഗവർണർ തയ്യാറായില്ല. മതിയായ യോഗ്യത ഇല്ലാതെ വരികയായിരുന്നു ഗവർണർ നാമനിർദ്ദേശം ചെയ്തിരുന്നത്. ഇതിനെതിരെ SFI നേതാക്കളായ അരുണിമ, അശോക്, നന്ദകിഷോർ എന്നിവർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് CP മുഹമ്മദ് റിയാസ് വിധി പറഞ്ഞിരിക്കുന്നത്. ഗവർണർക്ക് ഏറ്റ തിരിച്ചടിയിൽ ഗവർണർ രാജിവെക്കണമെന്ന് SFI നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച കേസ് KPCC പ്രസിഡന്റ് കെ സുധാകരനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരൻ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി പ്രതിപ്പട്ടികയിൽ ഒഴിവാക്കി ഉത്തരവായത്. ജസ്റ്റിസ് സിയാദ് റഹ്മാനാണ് ഉത്തരവിറക്കിയത്. കേസിൽ ഗൂഢാലോചന കുറ്റമാണ് സുധാകരനെതിരെ ചുമത്തിയിരുന്നത്. 1995 ഏപ്രിൽ 12-ന് ട്രെയിൻ യാത്രയ്ക്കിടെയാണ് EP ജയരാജനെ വധശ്രമം ഉണ്ടായത്. KPCC പ്രസിഡന്റ് കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയ കോടതി നടപടിക്കെതിരെ അപ്പീൽ നൽകുമെന്നും കൊലപ്പെടുത്താനുള്ള തോക്ക് നൽകിയത് കെ സുധാകരനെന്നും രാവിലെ EP ജയരാജൻ വാർത്താപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. എന്നാൽ വൈകിട്ടോടെ സ്ഥിതി മാറിയിരിക്കുകയാണ്. സുധാകരനെ ആക്കിയിട്ടില്ലെന്ന് EP വീണ്ടും പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. തന്നെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ കെ സുധാകരനെ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചെന്ന പ്രചാരണം ശരിയല്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് കാലത്ത് മുതൽ ദൃശ്യമാധ്യമങ്ങൾ വന്ന വാർത്ത തീർത്തും തെറ്റാണ്. മാധ്യമ വാർത്ത വിശ്വസിച്ച് പ്രതികരിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ മാധ്യമ വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് വിധി പകർപ്പ് വ്യക്തമാക്കുന്നു. നടപടിക്രമങ്ങളുടെ സാങ്കേതികത്വവും നിയമസ്വാധീനതയും മാത്രം ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി സുധാകരൻ്റെ അപ്പീൽ അനുവദിച്ചത്. ഒരു കേസിൽ 2 FIR പാടില്ലെന്നത് മാത്രമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ വിഷയം. അതായത് ആന്ധ്രയിലെ ചിരാല റെയിൽവേ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് നിലവിൽ ഉള്ളതിനാൽ കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന് സാധുതയില്ലെന്ന് മാത്രം. ആന്ധ്ര പോലീസ് രജിസ്റ്റർ ചെയ്ത FIR പ്രകാരം സുധാകരൻ കേസിൽ പ്രതിയാണ്. അന്ന് 6 മാസത്തേക്ക് ആന്ധ്ര വിട്ടുപോകരുതെന്ന് പോലും കോടതി ഉത്തരവിട്ടിരുന്നതാണ്. എന്നാൽ അന്നത്തെ കേന്ദ്ര ഭരണവും സംസ്ഥാന ഭരണവും ഉപയോഗിച്ച് ഈ FIRമായി ബന്ധപ്പെട്ട കേസ് 2ആക്കി മാറ്റി. അതിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 പേരെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു. എന്നാൽ സുധാകരൻ പ്രതിസ്ഥാനത്തുള്ള ഗൂഢാലോചന കേസിലുള്ള തുടർ നടപടികൾ സ്തംഭിച്ചു. അപ്പോഴാണ് നീതി തേടി ഗൂഢാലോചന നടന്ന സ്ഥലങ്ങളിലൊന്നായ തിരുവനന്തപുരത്തെ സെഷൻസ് കോടതിയെ സമീപിച്ചത്. കോടതി നിർദ്ദേശപ്രകാരം തമ്പാനൂർ പോലീസ് അന്വേഷണം നടത്തി FIR ഇടുകയും ചെയ്തു. ആ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുധാകരൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് ആന്ധ്രയിൽ ഇതേ കേസിൽ മറ്റൊരു FIR ഉണ്ടെന്ന് മാത്രമാണ്. അതാണ് കോടതി അംഗീകരിച്ചത്. ആ FIR പ്രകാരം തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ലെന്നത് ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ ആന്ധ്രയിലെ FIR പ്രകാരം സുധാകരനെതിരായ കേസ് നിലനിൽക്കുന്നുവെന്നാണ്. അതായത് സുധാകരൻ ഇപ്പോഴും പ്രതിയാണ് എന്ന് തന്നെയാണ്. ആന്ധ്രയിലെ FIRൻ്റെ പേരിൽ ഹൈക്കോടതി ഇങ്ങനെയൊരു നിലപാട് എടുത്ത സാഹചര്യത്തിൽ നിയമവിദഗ്ധരുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്നും EP പ്രസ്താവനയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. പാലക്കാട് തോളന്നൂരിൽ വൃദ്ധദമ്പതികളെ കൊലപ്പെടുത്തിയ കേസ് മരുമകൾക്കും സുഹൃത്തിനും ജീവപര്യന്തം. 1-ാം പ്രതി എറണാകുളം വടക്കൻ പറവൂർ മന്നം ചൊപ്പട്ടിയിൽ സദാനന്ദൻ 60 ജീവപര്യന്തവും 3,35,000 രൂപ പിഴയും. 2-ാം പ്രതി വൃദ്ധദമ്പതികളുടെ മരുമകൻ ഷീജ
45 ജീവപര്യന്തവും 1,35,000 രൂപ പിഴയുമാണ് പാലക്കാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചത്. ജീവപര്യന്തം കൂടാതെ വിവിധ കേസുകളായി ഒന്നാം പ്രതിക്ക് 19 വർഷവും രണ്ടാം പ്രതിക്ക് 9 വർഷവും തടവ് വിധിച്ചു. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. തോലന്നൂർ പുളിക്കപ്പറമ്പ് കുന്നിന്മേൽ അംബേദ്കർ കോളനിയിലെ വിമുക്തമഠൻ സ്വാമിനാഥൻ 75, ഭാര്യ പ്രേമകുമാരി 65 എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ. 2017 സെപ്റ്റംബർ 13 നാടിൽ നടക്കിയ ഇരട്ട കൊലപാതകം. സ്വാമിനാഥൻ്റെയും പ്രേമകുമാരിയുടെയും മകൻ്റെ ഭാര്യയാണ് ഷീജ. ഇവർക്ക് സദാനന്തരമായി ഉണ്ടായിരുന്ന ബന്ധം ചോദ്യം ചെയ്യുകയും സൈനികനായ മകനെ വിവരം അറിയിക്കുകയും ചെയ്തുവെന്ന പറഞ്ഞ വിരോധമാണ് കൊലപാതകത്തിന് എത്തിയത്. സ്വാമിനാഥനെ കത്തികൊണ്ട് കുത്തിയോ പ്രേമകുമാരിയെ ശ്വാസം മുട്ടിച്ചും കുത്തിയുമാണ് കൊന്നത്. മോഷണത്തിനിടെയാണ് കൊലപാതകം നടന്നെന്ന് വരുത്തിത്തീർക്കാൻ ആഭരണവും പണവും സദാനന്ദന് ഷീജ നൽകി. വീടിനുള്ളിൽ വസ്ത്രങ്ങളും മുളക് പൊടിയും വാരി വിതറിയിരുന്നു. ഷീജയുടെ തുണി തിരുകി കൈയും കാലും ബന്ധിക്കുകയും ചെയ്തു. തന്നെ 3 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തു എന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. ഇരുവരും ചേർന്ന് 2017 ആഗസ്റ്റ് 31 സ്വാമിനാഥനെ ഷോക്കടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചിരുന്നു. കുഴൽമന്ദം ഇൻസ്പെക്ടർ AM സിദ്ദിഖാണ് കേസ് അന്വേഷിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരായ നസീർ അലി, വിജയമണി, പ്രമോദ് എന്നിവർ സഹായിച്ചു. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി K. അനന്തകൃഷ്ണ നാമട വിധി പറഞ്ഞ കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനോദ് കായനാട്, പബ്ലിക് പ്രോസിക്യൂട്ടർ T. അനിൽ എന്നിവർ ഹാജരായി. വിരലടയാളം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും ഫോൺ വിളി രേഖകളും കേസിൽ പ്രധാന തെളിവുകളായി. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ബിജു ആന്റണി സ്മാരക ഫുട്ബോൾ മേള നാളെ നടക്കും. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറി ഭരണസമിതി അംഗമായിരുന്ന ബിജു ആന്റണിയുടെ സ്മരണയ്ക്ക് APJ യുവജനവേദി നേതൃത്വത്തിൽ ബുധനാഴ്ച വൈകിട്ട് 3 മുതൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കും. കണ്ണൂർ പോലീസ് ടർഫിലാണ് മത്സരം. സമ്മാനദാനം വെറ്ററൻസ് ഫുട്ബോൾ പ്രസിഡന്റ് KP സുധാകരൻ നിർവഹിക്കും. പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടിക്ക് കണ്ണൂരിൽ സ്വീകരണം നൽകും. പ്ലാസ്റ്റിക് മലിനീകരണത്തിന് എതിരെയുള്ള ബോധവൽക്കരണ യാത്രയ്ക്ക് കണ്ണൂർ കളക്ട്രേറ്റിൽ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കൊല്ലം ജില്ലാ ശുചിത്വ മിഷന്റെയും കൊട്ടിയം റോട്ടറി ക്ലബിന്റെയും പത്മശ്രീ അലി മണിക് ഫാൻ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനിക് ഗ്രാഫിയുടെയും നേതൃത്വത്തിൽ മെയ് 16 കാസർഗോഡ് നിന്നാണ് ബോധവൽക്കരണ യാത്ര ആരംഭിച്ചത്. കാസർഗോഡ് ജില്ലാ കളക്ടർ ഫ്ലാഗ് ഓഫ് ചെയ്ത യാത്ര കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥെ സായികൃഷ്ണ, കൊല്ലത്തെ സാമൂഹ്യ പ്രവർത്തകനായ പത്മരാജനെ പൊന്നട അണിയിച്ച് സ്വീകരിച്ചു. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽകുമാർ, റിസോഴ്സ് പേഴ്സൺ E. മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. യാത്ര ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരത്ത് സമാപിക്കും. പൂനെയിൽ 17-കാരൻ ഓടിച്ച വാഹനമിടിച്ച് 2 പേർ മരണപ്പെട്ടു. പൂനെയിലെ കല്യാണി നഗർ പ്രദേശത്ത് ഞായറാഴ്ച പുലർച്ചെയാണ് 17 വയസ്സുകാരൻ ഓടിച്ച ആഡംബര കാർ അപകടമുണ്ടാക്കിയത്. പ്ലസ് 2 വിജയിച്ച ശേഷമുള്ള ആഘോഷം കഴിഞ്ഞ് ബാറിൽ നിന്ന് കൂട്ടുകാരുമായി മടങ്ങുകയായിരുന്നു ഇയാൾ. CCTV ദൃശ്യങ്ങളിൽ ഇടുങ്ങിയ പാതയിലൂടെ കാർ മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ ഓടിച്ചതായി കണ്ടെത്തിയിരുന്നു. അമിത വേഗത്തിലെത്തിയ കാർ എതിരെ വന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. IT ഉദ്യോഗസ്ഥരായ അനീഷ് അവാഡിയ, അശ്വിനി കോസ്റ്റ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അപകടമുണ്ടാക്കിയ 17-കാരന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ജാമ്യം നൽകിയിരുന്നു. അപകടത്തെക്കുറിച്ച് വിശദമായ ഉപന്യാസം എഴുതുക, ട്രാഫിക് പോലീസിനൊപ്പം 15 ദിവസം ജോലി ചെയ്യുക തുടങ്ങിയ വ്യവസ്ഥകളോടെയായിരുന്നു ജാമ്യം. എന്നാൽ ഇതിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. 17-കാരന് സ്റ്റേഷനിൽ ബിരിയാണിയും പിസയും വാങ്ങി നൽകിയതിനെന്നും സ്വാധീനം ഉപയോഗിച്ചാണ് 17-കാരൻ പുറത്തിറങ്ങിയതുമാണ് നേതാക്കളുടെ ആരോപണം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. തുടർന്ന് കൗമാരക്കാരന്റെ പിതാവിനെതിരെയും പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പിറന്നാൾ ആശംസകളുമായി മമ്മൂട്ടി. മോഹൻലാലിൻ്റെ 64-ാം പിറന്നാളാണിത്. രാത്രി 12 മണിക്ക് കൃത്യം മമ്മൂട്ടി ആശംസയുമായി സോഷ്യൽ മീഡിയയിൽ എത്തി. മോഹൻലാലിനെ ചുംബനം നൽകുന്ന ചിത്രത്തോടൊപ്പം പ്രിയപ്പെട്ട ലാലിന് ജന്മദിനാശംസകൾ എന്നും മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതിനു പിന്നാലെ ആരാധകരുടെ ആശംസാ പ്രവാഹമായി. പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ ചിത്രങ്ങൾ അപ്ഡേറ്റ് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ബ്രഹ്മാണ്ഡ ചിത്രങ്ങളായ എമ്പുരാൻ, റാം ബറോസ് എന്നിവയുടെ അപ്ഡേറ്റാണ് പ്രതീക്ഷിക്കുന്നത്. വിപുലമായ ആഘോഷ പരിപാടികളും ആരാധകർ ഒരുക്കിയിട്ടുണ്ട്.
സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധത്തിന് ആരോഗ്യവകുപ്പ് സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം RRT രൂപീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. മഴ ശക്തമായ സാഹചര്യത്തിലും മൺസൂൺ എത്തുന്ന സാഹചര്യത്തിലും ആരോഗ്യവകുപ്പിൻ്റെ സ്റ്റേറ്റ് കൺട്രോൾ റൂം ആരംഭിക്കും. കടുത്ത വേനലിൽ നിന്നും മഴയിലേക്ക് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായതിനാൽ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്തണം. ആശുപത്രികൾ അണുബാധ നിയന്ത്രണ പ്രോട്ടോക്കോളും സുരക്ഷാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കണം. ആശുപത്രിയിൽ അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കണം. പ്രധാന ആശുപത്രികളിൽ ഫീവർ ക്ലിനിക് ഉറപ്പാക്കണം. IMA, IAP മുതലായ സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കും. RRT നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല RRT യോഗം ചേർന്ന് പൊതുസ്ഥിതി അവലോകനം ചെയ്തു. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, ജലജന്യ രോഗങ്ങൾ എന്നിവ വളരെയേറെ ശ്രദ്ധിക്കണം. വേനൽക്കാലം കഴിഞ്ഞെങ്കിലും ഇനിയും മഞ്ഞപ്പിത്തത്തിനെതിരെ ജാഗ്രത വേണമെന്നും മന്ത്രി അറിയിച്ചു. കാടിനുള്ളിൽ യൂക്കാനി അക്കേഷ്യ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു. ഇതിൽ നിന്നും വനം വികസന കോർപ്പറേഷനെ വിലക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ അഴീക്കോട് യൂണിറ്റ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തെരൂർ ദേശീയ വായനശാലയിൽ വെച്ച് നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് P. രമേശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ K. വിനോദ് കുമാർ, മേഖലാ പരിസ്ഥിതി കൺവീനർ P. ധർമ്മൻ, യൂണിറ്റ് സെക്രട്ടറി P. അജിത്ത്, K. ഗംഗാധരൻ, M. ശിവരാമകൃഷ്ണൻ, T. K. ശ്രീധരൻ, P. ഷാജി എന്നിവർ സംസാരിച്ചു. ജൈവ വൈവിധ്യ സംരക്ഷണ യാത്രയും തുറന്ന സംവാദവും നാളെ ബുധനാഴ്ച നടക്കുകയാണ്. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കണ്ണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാട്ടാമ്പള്ളി പാലത്തിന് സമീപം പുഴയോരത്തെ ജൈവ വൈവിധ്യ സംരക്ഷണ യാത്രയും തുറന്ന സംവാദവും നടത്തും. നാളെ വൈകുന്നേരം 5-ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഖലീൽ ചൊവ്വ ഉദ്ഘാടനം ചെയ്യും. ജൈവ വൈവിധ്യ സംരക്ഷണത്തെ മുൻനിർത്തിയുള്ള പദ്ധതിയുടെ ഭാഗമാകൂ എന്നതാണ് ഈ വർഷത്തെ ജൈവ വൈവിധ്യ ദിനത്തിന്റെ മുദ്രാവാക്യം. ജൈവ വൈവിധ്യ സംരക്ഷണ യാത്രയിൽ പങ്കെടുക്കുന്നവർ വൈകുന്നേരം 5 മണിക്ക് കാട്ടാമ്പള്ളി പാലത്തിന് സമീപം എത്തണമെന്ന് പരിഷത്ത് കണ്ണൂർ മേഖല പരിസര സബ് കമ്മിറ്റി കൺവീനർ K. P. ധർമ്മൻ അറിയിച്ചു. ആവശ്യമുന്നയിച്ച് CITU മേഖലാ കമ്മിറ്റി റെയിൽവേ അധികൃതർക്ക് നിവേദനം നൽകി. വധവട്ടണം CITU ഓഫീസിൽ ചേർന്ന യോഗത്തിൽ സോമൻ ഫ്ലൈവുഡ് വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് T. ജയകൃഷ്ണൻ അധ്യക്ഷനായി. CITU കണ്ണൂർ ഏരിയ പ്രസിഡന്റ് LV മുഹമ്മദ്, മേഖലാ കമ്മിറ്റി കൺവീനർ കൊത്തിച്ച മോഹനൻ, വടവട്ടണം ഗ്രാമപഞ്ചായത്ത് അംഗം PJ പ്രജിത്ത്, സോമൻ ആൻഡ് ഫ്ലൈവുഡ് വർക്കേഴ്സ് യൂണിയൻ ട്രഷറർ C. അമീർ, വെസ്റ്റേൺ ഇന്ത്യ ഫ്ലൈവുഡ് വർക്കേഴ്സ് യൂണിയൻ CITU സെക്രട്ടറി ജൂഡിൻ സൈസ്, വെസ്റ്റേൺ ഇന്ത്യ ഫ്ലൈവുഡ് വർക്കേഴ്സ് യൂണിയൻ വൈസ് പ്രസിഡന്റ് P. ധർമ്മൻ, CITU വടവട്ടണം മേഖലാ കമ്മിറ്റി അംഗം CC പ്രകാശൻ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ പെരുമ്പിയിൽ CH സുഹറയുടെ വീട്ടിൽ നിന്നും 75 പവൻ സ്വർണ്ണാഭരണം കവർന്നു. വലിയാലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഭർത്താവ് ആമുവിനൊപ്പമായിരുന്നു സുഹറ. വീട്ടിൽ മകനും ഭാര്യയും മകളുമാണ് ഉണ്ടായിരുന്നത്. ഇവർ മുകളിലത്തെ നിലയിലായിരുന്നു താമസം. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് മുന്നിലെ വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ടത്. വാതിലിന്റെ പൂട്ടുപൊളിച്ചാണ് കള്ളൻ അകത്ത് കയറിയത്. 2 മുറികളിലുണ്ടായിരുന്ന അലമാരകൾ കുത്തിപ്പൊളിച്ചാണ് കവർച്ച നടത്തിയതെന്ന് വീട്ടുകാർ പറഞ്ഞു. ഒരു മുറിയിൽ കമ്പിപ്പാലയും മറ്റ് തറയിൽ കത്തിയും വാളും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഊർജ സംരക്ഷണ ക്ലാസ് സംഘടിപ്പിച്ചു. എനർജി മാനേജ്മെന്റ് സെന്ററിന്റെയും കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറിയുടെയും സഹകരണത്തോടെ ചെറുകുള പഞ്ചായത്തിൽ നടത്തിയ ക്ലാസ് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷനായി. എനർജി മാനേജ്മെന്റ് റിസോഴ്സ് പേഴ്സൺ KV തമ്പൻ ക്ലാസ് എടുത്തു. M. ബാലകൃഷ്ണൻ, R. ജയകുമാർ, CBM തോമസ്, KV സുനിതകുമാരി എന്നിവർ സംസാരിച്ചു. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൽ നടന്ന ക്ലാസ് പ്രസിഡന്റ് K. ലത ഉദ്ഘാടനം ചെയ്തു. EMC റിസോഴ്സ് പേഴ്സൺ PK ബൈജു ക്ലാസ് എടുത്തു. P. മഹിജ അധ്യക്ഷയായി. NP അനിത സ്വാഗതവും K. ശ്രീജിന നന്ദിയും പറഞ്ഞു. കഥാപ്രസംഗ മഹോത്സവം സംഘടിപ്പിച്ചു. കഥാപ്രസംഗ കലയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി കഥാപ്രസംഗ പരിപോഷണ വേദിയുടെ നേതൃത്വത്തിൽ കഥന കൗതുകം അറ്റ് 100 സംഘടിപ്പിച്ചു. കണ്ണൂർ മഹാത്മാഗാന്ധിയിൽ നടന്ന പരിപാടി മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പ്രേമാനന്ദ് ചമ്പാൾ അധ്യക്ഷനായി. കണ്ണൂർ രത്നകുമാർ, വല്യ ടീച്ചർ, EVG നമ്പ്യാർ, PK ബൈജു, T. കൃഷ്ണൻ, P. പ്രദീപ്, ഉല്ലാസൻ കൂടൻ എന്നിവർ സംസാരിച്ചു. രാജ്തരു സ്വാഗതവും ബാബു കോടഞ്ചേരി നന്ദിയും പറഞ്ഞു.